ഹായ് സ്റ്റുഡൻസ്, എല്ലാ +1 വിദ്യാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന ഭാഗമാണ്. അതിൽ ചാപ്റ്റർ 9 എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പരിസ്ഥിതിയും സുസ്ഥിര വികസനവും. അതിൽ പാർട്ട് 3 അവസാനിച്ചു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പാർട്ട് 4 ആണ്, പാർട്ട് 4 ആണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം എന്നതിൻ്റെ അവസാന ഭാഗമാണ്. ആഗോള താപനം അഥവാ ഗ്ലോബൽ വാർമിംഗ് ഒഴിവാക്കാൻ വേണ്ടി 2 പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ ചേർന്നിരുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. 1997 ജപ്പാനിലെ ക്യോട്ടോവിൽ വെച്ചുള്ള ഒരു സമ്മേളനം, അതിനെ വിളിക്കുന്ന പേരാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. കൂടാതെ 2009 ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ വെച്ച് ചേർന്ന ഒരു സമ്മേളനം, അതിനെ വിളിക്കുന്ന പേരാണ് കോപ്പൻഹേഗൻ സമ്മിറ്റ് അഥവാ കോപ്പൻഹേഗൻ ഉച്ചകോടി. ഓക്കെ, അപ്പോൾ 1997 ക്യോട്ടോ പ്രോട്ടോക്കോൾ, 2009 കോപ്പൻഹേഗൻ ഉച്ചകോടി, കോപ്പൻഹേഗൻ സമ്മിറ്റ്. ഇത് രണ്ടും ആഗോളതാപനം ഒഴിവാക്കാനുള്ള സമ്മേളനമായിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത ഓസോൺ ഡിപ്ലീഷൻ, ഓസോൺ ശോഷണം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിലും നമ്മൾ അതിനൊരു സമ്മേളനം പറഞ്ഞു, കാനഡയിലെ മോൺട്രിയലിൽ വെച്ച് ചേർന്ന മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഓക്കെ, അപ്പം അത് നമ്മൾ ഓസോൺ ഡിപ്ലീഷനും നമ്മൾ പൂർത്തീകരിച്ചു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മണ്ണിൻ്റെ അപചയം എന്ന ഭാഗമാണ്. 5ാമത്തെ പരിസ്ഥിതി പ്രശ്നമായ മണ്ണിൻ്റെ അപചയം, ലാൻഡ് ഡിഗ്രഡേഷൻ എന്ന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, മണ്ണിൻ്റെ അപചയം അഥവാ ലാൻഡ് ഡിഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ മണ്ണ് മലിനമാക്കപ്പെടുന്ന അവസ്ഥയാണ്, മണ്ണിനുണ്ടാകുന്ന മലിനീകരണമാണ്. ഓക്കെ, ഈ മണ്ണിൻ്റെ മലിനീകരണം അഥവാ മണ്ണിൻ്റെ അപചയം ഭക്ഷ്യ ഉൽപ്പാദനത്തെയും ഭക്ഷണ ലഭ്യതയെയും പ്രതികൂലമായി ബാധിക്കും. എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ ഉൽപ്പാദനവും ഭക്ഷണ ലഭ്യതയും കുറയും എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലാൻഡ് ഡിഗ്രഡേഷൻ വിൽ അഡ്വേഴ്സ്ലി എഫക്റ്റ് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഫുഡ് അവൈലബിലിറ്റി. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് മണ്ണിൻ്റെ അപചയത്തിനുള്ള കാരണങ്ങളാണ്. എന്തൊക്കെ കാരണങ്ങളാലാണ് മണ്ണിന് അപചയം സംഭവിക്കുന്നത്? കോസസ് ഓഫ് ലാൻഡ് ഡിഗ്രഡേഷൻ. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് വന നശീകരണം, ഡീഫോറസ്റ്റേഷൻ. വനങ്ങൾ നശിപ്പിക്കുന്ന ഒരവസ്ഥ. വനം നശിപ്പിക്കപ്പെട്ടാൽ അത് പലപ്പോഴും മണ്ണിൻ്റെ അപചയത്തിന് കാരണമാകും. മേൽമണ്ണ്, ഫലഭൂയിഷ്ഠമായ മേൽമണ്ണ് ഒലിച്ചു പോകുന്നതിന് കാരണമാകും. ഇതാണ് ഫസ്റ്റ് കാരണമായിട്ട് പറയുന്നത്. ഓക്കെ, 2ാമത്തെ പോയിൻ്റാണ് രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായ ഉപയോഗം, എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആധുനിക കൃഷിരീതി വന്നും ഹരിത വിപ്ലവം വന്നും അതിൻ്റെ ഭാഗമായിട്ട് കൃഷിഭൂമിയിൽ നമ്മൾ ആധുനിക രീതിയിലുള്ള രാസവളങ്ങളും കീടനാശിനികളും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് രണ്ടിൻ്റെയും ഉപയോഗം മണ്ണ് വിഷമുള്ളതാക്കി മാറ്റി. അപ്പം 2ാമത്തെ കാരണമാണ് രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം, എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. ഓക്കെ, ഇനി 3ാമത്തെ കാരണമാണ് കൃഷിക്കായി വനഭൂമിയിലേക്കുള്ള കയ്യേറ്റം, എൻക്രോച്ച്മെൻറ്റ് ഇൻറ്റു ഫോറസ്റ്റ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ. അതായത് കൃഷി ചെയ്യാൻ വേണ്ടി വനങ്ങളിലേക്ക് പ്രവേശിക്കുകയും വനങ്ങൾ വെട്ടി നശിപ്പിക്കുകയും അവിടെ കൃഷി ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതും മണ്ണിൻ്റെ അപചയത്തിന് കാരണമാകുന്നു. ഓക്കെ, ഇനി 4ാമത്തെ പോയിൻ്റാണ് പ്രകൃതി ദുരന്തങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഉരുൾപൊട്ടൽ, ഭൂകമ്പം, ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ പലപ്പോഴും
പലപ്പോഴും മണ്ണിൻ്റെ അപചയത്തിന് കാരണമായിട്ട് മാറുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി തന്നെ നല്ല വളക്കൂറുള്ള മേൽമണ്ണുകളെല്ലാം ഒലിച്ചു പോവുകയോ ഇല്ലാതാവുകയോ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളും മണ്ണിൻ്റെ അപചയത്തിലേക്ക് നയിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത 5ാമത്തെ പോയിൻ്റാണ് മണ്ണൊലിപ്പ്, സോയിൽ ഇറോഷൻ. ഓക്കെ, ഇനി മണ്ണൊലിപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത് മേൽമണ്ണ് ഒലിച്ചു പോകുന്നതാണ്. നല്ല വളക്കൂറുള്ള ഫലഭൂയിഷ്ഠമായ മേൽമണ്ണ് ഒലിച്ചു പോകുന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ നേരത്തെ പ്രകൃതി ദുരന്തങ്ങളിൽ തന്നെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ മണ്ണൊലിപ്പും ഈ മണ്ണിൻ്റെ അപചയത്തിലേക്ക് നയിക്കുന്നുണ്ട്, മണ്ണിൻ്റെ അപചയത്തിന് കാരണമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അടുത്ത പോയിൻ്റാണ് 6ാമത്തെ പോയിൻ്റാണ് തെറ്റായ വിള സമ്പ്രദായം, റോങ് ക്രോപ്പിംഗ് സിസ്റ്റം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഭൂമിയിൽ തന്നെ തുടർച്ചയായി ഇടവേളകളില്ലാതെ കൃഷി ചെയ്യുന്നതും കൂടാതെ ഒരേ വിള തന്നെ തുടർച്ചയായി കൃഷി ചെയ്യുന്നതും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയെ പ്രതികൂലമായി ബാധിക്കും. ഇത് മണ്ണിൻ്റെ അപചയത്തിലേക്ക് നയിക്കും. ഇതാണ് തെറ്റായ വിള സമ്പ്രദായം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി 7ാമത്തെ പോയിൻ്റാണ് മണ്ണ് സംരക്ഷണ നടപടികൾ സ്വീകരിക്കാതിരിക്കുക, നോൺ അഡോപ്ഷൻ ഓഫ് സോയിൽ കൺസർവേഷൻ മെഷേഴ്സ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മണ്ണ് സംരക്ഷിക്കാനുള്ള കുറേ നടപടികൾ നിലവിലുണ്ട്. ഈ നടപടികൾ സ്വീകരിക്കാതെ കാർഷിക ആവശ്യങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും മണ്ണ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ അപചയത്തിലേക്ക് നയിക്കുന്നു. ഓക്കെ, ഇനി 8ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നതാണ് ഭൂഗർഭ ജലത്തിൻ്റെ അമിത ചൂഷണം, എക്സസീവ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. അതായത് കിണറുകൾ, കുഴൽക്കിണറുകൾ ഇങ്ങനെ ഭൂഗർഭജലം അമിതമായി ചൂഷണം ചെയ്യുന്നതും ഇതിലൂടെ ഭൂഗർഭജലം അമിതമായി ചൂഷണം ചെയ്യുന്നതും മണ്ണിൻ്റെ അപചയത്തിലേക്ക് നയിക്കുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്ന കാരണമാണ് ഇഷ്ടിക ടൈൽ നിർമ്മാണത്തിനായി ഫലഭൂയിഷ്ഠമായ മേൽമണ്ണി ഉപയോഗിക്കുക, മേൽമണ്ണിൻ്റെ ഉപയോഗം. യൂസ് ഓഫ് ഫെർട്ടൈൽ ടോപ്പ് സോയിൽ ഫോർ ബ്രിക്ക് ആൻഡ് ടൈൽ മേക്കിംഗ്. അതായത് ഇഷ്ടിക ഉണ്ടാക്കാനും ടൈലുണ്ടാക്കാനും ഫലഭൂയിഷ്ഠമായ മേൽമണ്ണ് കൂടുതലായി ഉപയോഗിക്കുന്നതും മണ്ണിൻ്റെ അപചയത്തിലേക്ക് നയിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് മണ്ണിൻ്റെ അപചയത്തിൻ്റെ, ലാൻഡ് ഡിഗ്രഡേഷൻ്റെ കാരണമായിട്ട് എടുത്ത് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു പരിസ്ഥിതി പ്രശ്നമാണ്, 6ാമത്തെ പരിസ്ഥിതി പ്രശ്നമാണ് ഖരമാലിന്യ സംസ്കരണം, സോളിഡ് വേസ്റ്റ് പ്രോസസ്സിംഗ്. അതായത് ഖരരൂപത്തിലുള്ള മാലിന്യങ്ങളുടെ സംസ്കരണവുമായി ബന്ധപ്പെട്ടതാണ് ഈ മലിനീകരണ പ്രശ്നമായിട്ട് ഉയർത്തിക്കാട്ടുന്നത്. ഓക്കെ, മാലിന്യങ്ങളുടെ ഉറവിടങ്ങളിൽ വെച്ചു തന്നെ ജൈവ അജൈവ മാലിന്യങ്ങളായി വേർതിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുകയുള്ളൂ. അപ്പോൾ മാലിന്യങ്ങളുടെ ഉറവിടങ്ങളിൽ വെച്ച് തന്നെ ആ മാലിന്യങ്ങളെ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളുമായിട്ട് തരംതിരിച്ചിട്ട് അവയെ ശാസ്ത്രീയമായി സംസ്കരിക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ദിസ് പ്രോബ്ലം ക്യാൻ only be solved if the source of the waste is segregated into organic and non-organic waste and treated scientifically. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പരിസ്ഥിതി അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അഥവാ മലിനീകരണങ്ങളായിട്ട് എടുത്ത് കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് ആണ് ഇന്ത്യയുടെ പരിസ്ഥിതിയുടെ അവസ്ഥ, സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് എൻവയോൺമെൻറ്റ്. ഓക്കെ, ഇന്ത്യക്ക് ഒരു സമ്പന്നമായ പരിസ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഈ സമ്പന്നമായ ഇന്ത്യൻ പരിസ്ഥിതിയുടെ പ്രത്യേകതകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പോയിൻ്റാണ് 100 കണക്കിന് നദികൾ, ഹൺഡ്രഡ്സ് ഓഫ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ 100 കണക്കിന് നദികൾ
ഇന്ത്യയിൽ നിലനിൽക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റാണ് സമൃദ്ധമായ പച്ച വനങ്ങൾ. ഓക്കെ, ലഷ് ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ സമൃദ്ധമായ പച്ച വനങ്ങൾ എവിടെയുണ്ട്? ഇന്ത്യയിൽ നിലനിൽക്കുന്നു. ഇത് ഇന്ത്യയുടെ പരിസ്ഥിതിയുടെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റാണ് ധാരാളം ധാതു സമ്പത്ത്. ഓക്കെ, അബ്യൂണ്ടൻ്റ് മിനറൽ റിസോഴ്സസ് അനേകം ധാരാളം ധാതു സമ്പത്ത് അടങ്ങിയ ഒരു പരിസ്ഥിതി ഇന്ത്യയിൽ നിലനിൽക്കുന്നു. ധാതു വിഭവങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നു. ഓക്കെ, അടുത്ത പോയിൻ്റാണ് വിശാലമായ തീരപ്രദേശം, വാസ്റ്റ് കോസ്റ്റ് ലൈൻ. വിശാലമായ തീരപ്രദേശം ഇന്ത്യയിൽ നിലനിൽക്കുന്നു. ഓക്കെ, അടുത്തൊരു പോയിൻ്റാണ് ധാരാളം പർവ്വത നിരകൾ, പ്ലെൻറ്റി ഓഫ് മൗണ്ടെയിൻ റേഞ്ചസ്. ഓക്കെ, പ്ലെൻറ്റി ഓഫ് മൗണ്ടെയിൻ റേഞ്ചസ്, ധാരാളം പർവ്വത നിരകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, അടുത്ത പോയിൻ്റാണ് സമ്പന്നമായ മണ്ണ്, റിച്ച് ക്വാളിറ്റി സോയിൽ എന്ന് പറഞ്ഞാൽ നല്ല ഫലഭൂയിഷ്ഠമായ വളക്കൂറുള്ള മണ്ണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നു. ഓക്കെ, ഉയർന്ന വൈവിധ്യമാർന്ന ജൈവ വൈവിധ്യം, ഹൈ ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവ വൈവിധ്യം നിലനിൽക്കുന്ന ഒരു നാടാണ് ഇന്ത്യ. അനേകം ജീവജാലങ്ങൾ ഒരുമിച്ച് നിലനിൽക്കുന്ന ഒരു നാടായിട്ടാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. ഇതാണ് വൈവിധ്യമാർന്ന ജൈവ വൈവിധ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയുടെ പരിസ്ഥിതിയുടെ പ്രത്യേകതയായിട്ട്, സമ്പന്നമായ ഇന്ത്യയുടെ പരിസ്ഥിതിയുടെ പ്രത്യേകതയായിട്ട് എടുത്തു കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായി പറയുന്നത് ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ്. ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണം. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ചിപ്കോ പ്രസ്ഥാനം, ചിപ്കോ മൂവ്മെൻറ്റ്. ഓക്കെ, ചിപ്കോ മൂവ്മെൻറ്റ് അഥവാ ചിപ്കോ പ്രസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഹിമാലയത്തിലെ വനങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. എന്ന് പറഞ്ഞാൽ ഹിമാലയൻ കാടുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനകീയ പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചിപ്കോ മൂവ്മെൻറ്റ് എയിംഡ് അറ്റ് പ്രൊട്ടക്റ്റിംഗ് ഫോറസ്റ്റ് ഇൻ ദി ഹിമാലയാസ്. ചിപ്കോ മൂവ്മെൻറ്റ് എയിംഡ് അറ്റ് പ്രൊട്ടക്റ്റിംഗ് ഫോറസ്റ്റ് ഇൻ ദി ഹിമാലയാസ്. ഓക്കെ, ഇനി ചിപ്കോ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന വേറൊരു കാര്യമാണ് ഈ ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ ലീഡറാണ് സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ലീഡറാണ് സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണയാണ്. അദ്ദേഹം മരണപ്പെട്ടത് 2021 മെയ് 21. ഓക്കെ, അപ്പോൾ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ലീഡർ സുന്ദർലാൽ ബഹുഗുണ, മറക്കരുത്. ഇനി അടുത്തതായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ആപ്പിക്കോ മൂവ്മെൻറ്റ്, ആപ്പിക്കോ പ്രസ്ഥാനം. ഇനി ആപ്പിക്കോ പ്രസ്ഥാനം എന്താണെന്ന് വെച്ചാൽ കർണാടക സംസ്ഥാനത്തിലെ വനങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു പ്രസ്ഥാനമാണ് ആപ്പിക്കോ പ്രസ്ഥാനം. ഓക്കെ, അപ്പോൾ ആപ്പിക്കോ പ്രസ്ഥാനം എന്താണെന്ന് വെച്ചാൽ കർണാടകത്തിലെ കാടുകളെ വനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ജനകീയ പ്രസ്ഥാനമാണ് ആപ്പിക്കോ മൂവ്മെൻറ്റ്, ആപ്പിക്കോ പ്രസ്ഥാനം. അപ്പോൾ ഹിമാലയൻ കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ് ചിപ്കോ പ്രസ്ഥാനം. അതേപോലെ കർണാടകത്തിലെ വനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സംഘടനയാണ് ആപ്പിക്കോ മൂവ്മെൻറ്റ് അഥവാ ആപ്പിക്കോ പ്രസ്ഥാനം. ആപ്പിക്കോ മൂവ്മെൻറ്റ് എയിംസ് ടു പ്രൊട്ടക്റ്റ് ദ ഫോറസ്റ്റ് ഓഫ് കർണാടക. ഓക്കെ, ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ കൂടാതെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്നത് പുറമേ സംസ്ഥാന തലത്തിലും അതേപോലെ ദേശീയ തലത്തിലും ഗവൺമെൻറ് മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ, ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇൻ അഡീഷൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ് ആർ ഫങ്ഷനിങ് അറ്റ് ദി സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ലെവൽസ് ഫോർ എൻവയോൺമെൻറ്റ്
എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഹെഡിങ് ആണ് സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അഥവാ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ സ്വയം നിലനിർത്തുന്ന പരിസ്ഥിതി സൗഹൃദ വികസനമാണ് സുസ്ഥിര വികസനം. ഇത് പരിസ്ഥിതിയെ നശിപ്പിക്കുന്നില്ല, ഭാവി തലമുറയുടെ സാധ്യതകളെ നശിപ്പിക്കുന്നില്ല. അതായത് നമ്മുടെ അടുത്ത തലമുറ, അതായത് ഭാവി തലമുറയെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്നത്തെ തലമുറ പ്രകൃതിയെ നശിപ്പിക്കാതെ, പ്രകൃതി മലിനീകരണം ഉണ്ടാക്കാതെ നേടുന്ന വികസനമാണ് സുസ്ഥിര വികസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പ്രകൃതിയെ മലിനമാക്കാതെയുള്ള വികസനമാണ് സുസ്ഥിര വികസനം. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ഡെവലപ്മെൻറ്റ് ദാറ്റ് സസ്റ്റെയിൻസ് ഇറ്റ്സെൽഫ്. Okay, it does not degrade the environment and damage the prospects for future generation. Okay, ഇനി ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ സുസ്ഥിര വികസനം എന്ന ആശയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വികസന സമ്മേളനമാണ്. ഓക്കെ, അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വികസന സമ്മേളനമാണ് സുസ്ഥിര വികസനം എന്ന ആശയത്തെ ഉയർത്തി കാണിച്ചത്. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതിന് നമ്മൾ ഷോർട്ടായിട്ട് UNCED എന്ന് പറയും. UNCED, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പം UNCED ആണ് സുസ്ഥിര വികസനം എന്ന ആശയത്തിന് പ്രാമുഖ്യം കൊടുത്തത്. ഇനി UNCED ഈ സുസ്ഥിര വികസനത്തെ നിർവചിച്ചിരിക്കുന്നത് എന്തെന്നാൽ ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിയെ നശിപ്പിക്കാതെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനമാണ് സുസ്ഥിര വികസനം. ഓക്കെ, ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിയെ നശിപ്പിക്കാതെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനമാണ് സുസ്ഥിര വികസനം. ഇതിൻ്റെ അർത്ഥം ഇന്നത്തെ തലമുറ വികസനം നേടേണ്ടത് പരിസ്ഥിതിയെ മലിനമാക്കാതെയാണ്. ഓക്കെ, അപ്പോൾ ഭാവി തലമുറക്കു കൂടി ഈ പരിസ്ഥിതിയെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ തലമുറ പരിസ്ഥിതിയെ മലിനമാക്കാതെ നേടുന്ന വികസനം ഭാവി തലമുറക്ക് കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്നു. അപ്പോൾ ഇന്നത്തെ തലമുറ നേടുന്ന വികസനത്തെ സുസ്ഥിര വികസനം എന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ, അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സുസ്ഥിര വികസനം എന്നത് പരിസ്ഥിതി സൗഹൃദ വികസനമാണ്. പരിസ്ഥിതിയെ മലിനമാക്കാതെ നേടുന്ന വികസനമാണ് സുസ്ഥിര വികസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഈ ആധുനിക കാലഘട്ടത്തിൽ സുസ്ഥിര വികസനത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് നമ്മൾ പല മേഖലകളിലും വികസനം നേടുന്നുണ്ട്. ഇപ്പോൾ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവം വന്നു. അതിൻ്റെ ഭാഗമായിട്ട് രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ പ്രകൃതി മലിനീകരിക്കപ്പെട്ടു. ഓക്കെ, അതുകൂടാതെ വ്യവസായങ്ങൾ കൂടി വന്നു, വ്യാവസായിക ഉൽപ്പാദനം കൂടി. അപ്പോൾ കാർഷിക ഉൽപ്പാദനവും വ്യവസായ ഉൽപ്പാദനവും കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും വികസനം വന്നു. പക്ഷേ അത് പ്രകൃതിയെ മലിനമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വികസനം സുസ്ഥിര വികസനമല്ല. ഓക്കെ, പ്രകൃതിയെ മലിനമാക്കാതെയുള്ള വികസനമാണ് സുസ്ഥിര വികസനം. ആ പ്രകൃതി ഭാവി തലമുറക്ക് കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റണം. അപ്പോൾ ഭാവി തലമുറയെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്നത്തെ തലമുറ നേടുന്ന വികസനമാണ് സുസ്ഥിര വികസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ദ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വാസ്
highlighted by the United Nations Conference on Environment and Development, that is UNCED. Okay, UNCED defines sustainable development as development that meets the need of the present generation without compromising the ability of the future generation to meet their own needs. Okay, ശ്രദ്ധിക്കുക, അറിയപ്പെടുന്ന പരിസ്ഥിതി സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഹെർമൻ ഡാലി സുസ്ഥിര വികസനത്തിനായി താഴെ പറയുന്ന നടപടികളാണ് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഹെർമൻ ഡാലി എന്ന പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ താഴെ പറയുന്ന നടപടികൾ സുസ്ഥിര വികസനത്തിനായി നിർദ്ദേശിക്കുന്നു. ഓക്കെ, ഹെർമൻ ഡാലി, എ വെൽ നോൺ environmental economist, suggests the following measures for സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ജനസംഖ്യ പരിമിതപ്പെടുത്തുക. ലിമിറ്റിംഗ് ഹ്യൂമൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് എടുത്തു പറയുന്നത്. ഒരു രാജ്യത്ത് സുസ്ഥിര വികസനം നിലനിർത്തണമെങ്കിൽ അവിടുത്തെ ജനസംഖ്യ കുറയ്ക്കണം, ജനസംഖ്യ പരിമിതപ്പെടുത്തണം. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റാണ് നിവേശങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ സ്വീകരിക്കുക. അഡോപ്ഷൻ ഓഫ് ഇൻപുട്ട് എഫിഷ്യൻറ്റ് ടെക്നോളജി. ഓക്കെ, ഇനി നിവേശങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് നമ്മൾ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന 4 ഉൽപ്പാദന ഘടകങ്ങളുണ്ട്. ലാൻഡ്, ഭൂമി, ലേബർ, തൊഴിൽ, ക്യാപിറ്റൽ, മൂലധനം, ഓർഗനൈസേഷൻ, സംഘാടനം. ഓക്കെ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഓക്കെ, ഈ 4 ഘടകങ്ങളും ഉൽപ്പാദന ഘടകങ്ങളാണ്. കൂടാതെ അസംസ്കൃത വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കണം. ഇതിനെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഒറ്റവാക്കിൽ വിളിക്കുന്ന പേരാണ് നിവേശങ്ങൾ അഥവാ ഇൻപുട്സ് എന്ന് പറയും. അപ്പോൾ ഈ നിവേശങ്ങൾ അഥവാ ഇൻപുട്സ് പാഴാക്കാതെ വേസ്റ്റ് ആക്കാതെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇതാണ് രണ്ടാമത്തെ പോയിൻ്റ്. നിവേശങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ സ്വീകരിക്കുക. അഡോപ്ഷൻ ഓഫ് ഇൻപുട്ട് എഫിഷ്യൻറ്റ് ടെക്നോളജി. ഓക്കെ, അടുത്ത മൂന്നാമത്തെ പോയിൻ്റാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കുക. യൂസ് റിന്യൂവബിൾ എനർജി റിസോഴ്സസ്. അതായത് നമുക്കറിയാം, എത്ര ഉപയോഗിച്ചാലും തീരാത്ത ഊർജ സ്രോതസ്സുകളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ. സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലകളിൽ നിന്നുള്ള ഊർജം, ഇവയൊക്കെ എത്ര ഉപയോഗിച്ചാലും തീരുകയില്ല. ഇത് മലിനീകരണം ഉണ്ടാക്കുകയില്ല. ഇങ്ങനെയുള്ള പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കുക. ഓക്കെ, അടുത്ത നാലാമത്തെ പോയിൻ്റാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക. ലിമിറ്റ് ദി യൂസ് ഓഫ് നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ്. അതായത് ഉപയോഗിച്ചാൽ തീർന്നു പോകുന്ന ഊർജ സ്രോതസ്സുകളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ. അവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക. പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകങ്ങൾ ഇവയൊക്കെ ഉപയോഗിച്ചാൽ തീർന്നു പോകും. ഇവ ഉപയോഗിക്കുന്നത് പ്രകൃതി മലിനീകരണം ഉണ്ടാക്കും. അവയുടെ ഉപയോഗം കുറയ്ക്കുക, പരിമിതപ്പെടുത്തുക. ഓക്കെ, ഇനി അടുത്ത അഞ്ചാമത്തെ പോയിൻ്റാണ്, ലാസ്റ്റ് പോയിൻ്റാണ് മലിനീകരണം നിയന്ത്രിക്കുക. കൺട്രോൾ പൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പരിസ്ഥിതി സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഹെർമൻ ഡാലി സുസ്ഥിര വികസനത്തിനായി പറയുന്ന നിർദ്ദേശങ്ങൾ. ഓക്കെ, ഈ 5 പോയിൻ്റുകളാണ് ഹെർമൻ ഡാലി എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധൻ സുസ്ഥിര വികസനത്തിനായി പറയുന്ന നിർദ്ദേശങ്ങളായിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തു പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സുസ്ഥിര വികസന തന്ത്രങ്ങൾ ചർച്ച ചെയ്യും.
ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ സുസ്ഥിര വികസന തന്ത്രങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഓക്കെ.